ഇപ്പൊ മമ്മൂക്ക പറയുന്ന പോലെ ഇത് രാഗി തന്നെ ഇത് ബെറ്റർ ആവുള്ളൂ. അപ്പോൾ പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ മമ്മൂക്കയുടെ അത്രയ്ക്ക് ഞങ്ങൾക്ക് കിട്ടാറില്ല. ഈ ബോൾഡ്നെസ് എന്ന് പറയുന്ന ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു ഇമോഷണൽ വാട്ട് എവർ ഇന്റലിജൻസിൽ ഞാൻ ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വൾണറബിൾ ആവാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബോൾഡ്നെസ്സും ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. സ്ത്രീകളെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറവായത് കൊണ്ടായിരിക്കാം. ആൻഡ് അതിലാണല്ലോ ഹീറോയിസം, ദ ഫൈറ്റർ, ദ വിന്നർ, ദ സർവൈവർ. അപ്പൊ പോലുള്ള സിനിമകളൊക്കെ വിജയിക്കാനും കാരണം അതാണല്ലോ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാൻ ഈ ക്യാരക്ടറിന്റെ ഭാഗമായി ചിന്തിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. കൊള്ളാലോ, കുറച്ചു കാലം എവിടെയെങ്കിലും പോയിട്ട്. കുറച്ച് അധികം പറ്റില്ല. അതെ, എനിക്കും മനുഷ്യര് വേണം, മനുഷ്യരില്ലാതെ പറ്റില്ല. പക്ഷെ മനുഷ്യരെ വേണ്ട എന്നുള്ള സമയമുണ്ട്. മാറി നിൽക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്റെ അടുത്ത് ഒരാൾ കഥ പറയണമെന്ന് പറയുമ്പോ ഞാൻ അതെന്തിനായിരിക്കും അപ്പൊ എനിക്ക് തോന്നി ഇത് എന്നെ ട്രോളാണെന്ന് എടുത്ത പടാണോ. ഇപ്പൊ സജിൻ ചേട്ടനാണോ കഥയാണോ എന്നുള്ളതിനപ്പുറം എന്നെ ഒരു ക്യാരക്ടർ വിളിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ. ഇതില് ട്രെയിലർ വന്ന സമയത്ത് തന്നെ തോണി തൊഴിയുന്നു, തെങ്ങില് കയറുന്നു. എനിക്ക് മിനിമം അത്ര പണി വേണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കടത്തുകാരി അവിടത്തെ ക്രൂവിലുള്ളവര് ഈ തുരുത്തി അപ്പുറത്ത് തുരുത്തിക്കൊക്കെ കൊണ്ടുപോകുന്നത് ചോദിച്ചേ ഒരു മൂടായി. എനിക്ക് കുറച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ എനർജി ഉണ്ട്. എനിക്ക് ഇത്ര പണി വേണം സത്യമായിട്ടും. എന്നെ വെറുതെ ഇരുത്തിയാലാണ് പ്രശ്നം. ഇത്ര എനർജി ഉള്ള ആളാണോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതിന് ചെയ്യണം, അങ്ങനെ ഒരു കാര്യമുണ്ടോ? എനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് തീരെ എനിക്ക് ഭയങ്കര ആഗ്രഹം പാട്ട് പാടണമെന്ന്. അതുപോലെ തന്നെ ഫുട്ബോൾ എനിക്ക് കേൾക്കാൻ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമില്ലാത്ത. ഞാൻ പക്ഷെ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, എനിക്ക് തോന്നുന്നു വാശിക്ക് മാത്രമേ അതിന്റെ അറിയാവുന്നുള്ളൂ. ഞാൻ ചോദിക്കും, ഞാൻ നന്നായി പാട്ട് പാടും. ഞാൻ മിക്സോളജി പഠിക്കാനൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. അങ്ങനത്തെ കുറച്ച് ഇതെന്നെ പണി. മിക്സോളജി ഈസ് കോക്ടെയിൽ മേക്കിംഗ്, കോക്ടെയിൽസ്. അല്ലാത്ത മിക്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. വേറെ എന്റെ രണ്ടാമത്തെ അവാർഡ് തിയേറ്ററിന് വേണ്ടി. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജിന ജോസ് പ്രകാശ്. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റിമ ചേച്ചി ഇന്നലെ രാത്രി മുതൽ രാവിലെ തൊട്ട് തുടങ്ങിയ ഷൂട്ടാണ്. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങളും ആദ്യമായിട്ടാണ് റിമ ചേച്ചി ഇത്ര ലേറ്റ് ആയിട്ടും ഇത്ര നേരം ഞങ്ങൾ കാണുന്നത്. ഭയങ്കര നേരാ. ഈ ഫീൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു, ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ഷൂട്ട്. നമ്മൾ നിലവിളിച്ചും വൈറസും ഒക്കെ ഇങ്ങനെ തന്നെയാ പിടിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വേറെ രീതിയിൽ നമുക്ക് എന്താ പറയാ ഒരുമിച്ച് നിന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു മൂവിയും കൂടിയാണ്. സോ ഇറ്റ്സ് നൈസ്. അങ്ങനെ ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് തിരിച്ചു വന്നതിൽ. ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതിൽ അവാർഡ് കിട്ടിയതിൽ അതിലേറെ സന്തോഷം. ഈ സജിൻ ബാബു എന്നൊരു ഡയറക്ടറുടെ പേരാണോ ഈ കഥയാണോ ശരിക്കും നിങ്ങൾ ഈ 4 പേരെ ഈ സിനിമയിലേക്ക് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? എനിക്ക് സമയമുണ്ട് ആലോചിക്കാൻ. ഐ തിങ്ക് ഇറ്റ്സ് ബോത്ത് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബോത്ത് എന്ന് തോന്നി. നോട്ട് ലൈക്ക് ഞാൻ കുറെ പറഞ്ഞു ചെയ്തതല്ല, എന്നാലും റൈറ്റിംഗ് സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് സജിൻ ഓൾറെഡി വിനോ. അപ്പം ഇത് രണ്ടും കൂടെ ആണ് എനിക്ക് പറയണമെങ്കിൽ പാസ്. സജിൻ ചേട്ടൻ വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എനിക്കും അതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സജിൻ ചേട്ടൻ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം. അപ്പോൾ അങ്ങനെ അത്രയും നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ക്യാരക്ടർ എന്നൊക്കെ അത് കഴിഞ്ഞിട്ടേ ചിന്തിക്കുള്ളൂ. നമ്മൾ ആസ് എ ന്യൂ കമ്മർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആൾക്കാർ നമ്മളെ
കാണുന്നുണ്ടല്ലോ ഒരു ക്യാരക്ടറായിട്ട് എന്നുള്ളത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അത് കഴിഞ്ഞ് പിന്നെ കഥയും കൂടി കേട്ടപ്പോഴത്തേക്കും അത് ഭയങ്കര റെലവൻസ് ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് വെരി ഹാപ്പി. അങ്ങനെ വന്നതാണ്. നെക്സ്റ്റ് എന്റെ പേര് പറയുന്നത് എനിക്ക് അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയണമെന്ന് പറയുമ്പോൾ ഞാൻ അതെന്തിനായിരിക്കും അങ്ങനെ ഒരു ടോക്ക് അപ്പോൾ ഐ വാസ് ആക്ച്വലി ക്വൈറ്റ് എന്താ പറയുക ഇൻട്രീഗ്ഡ് ബൈ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ മീ എന്നുള്ള സ്പേസിൽ നിന്ന് ഞാൻ കഥ കേൾക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് എന്നെ ട്രോളാണെന്ന് എടുത്ത പടാണോ. അല്ല അങ്ങനെയല്ല, പക്ഷെ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്പേസിൽ ഈ പറയുന്ന ആ സിനിമയിൽ കാണുന്ന ഒരു കഥാതന്തു ഇതിന്റെ നടുക്ക് ഞാൻ പല സമയത്തും നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ അതുകൊണ്ടായിരിക്കും എന്ന് തോന്നി. ബട്ട് അതെന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തു. എനിക്ക് ദാറ്റ് സ്പേസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളെല്ലാവരും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ആ ഒരു സോഷ്യൽ മീഡിയ സ്പേസിനെ ഇപ്പോഴും മനസ്സിലാക്കാനും അവിടെ എന്താണ്, എങ്ങനെയാണ്, ഇതിലെന്താണ് സത്യം, എന്താണ് നോണ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടല്ലോ. ആ കെയോസിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രാവിലെ തൊട്ട് ഇതുവരെ ഇത് പറഞ്ഞ് പഠിച്ചില്ലേ തരുമോ? അതെ, സ്ട്രീം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഡയറക്ടറിന് ഓൾറെഡി ഓരോ കഥാപാത്രവും ഇന്ന ആള് ചെയ്യണം അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് മാച്ച് ആവുന്ന ഒരാളെയാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഡേഞ്ചറിലേക്ക് എങ്ങനെ എത്തി? അല്ല, എനിക്ക് എന്റെ കാര്യത്തിൽ കുറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു ഞാൻ. അപ്പൊ എന്നെ കൊണ്ട് ഓഡീഷൻ ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ സജിൻ ചേട്ടനാണോ കഥയാണോ എന്നുള്ളതിനപ്പുറം എന്നെ ഒരു ക്യാരക്ടർ വിളിച്ചു എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ. അല്ല, ഓഫ് കോഴ്സ് പിന്നെ സജിൻ ചേട്ടന്റെ ഒരു സിനിമോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ആളെന്നെ കൊണ്ട് ഓഡീഷൻ ചെയ്യിപ്പിച്ചു, നല്ല പണിയെടുപ്പിച്ചു. ഇത് ഞാൻ ഇങ്ങനെ തുറന്ന് പറയുമ്പോഴേ ചിലപ്പോ വേണമെങ്കിൽ നമുക്ക് പറയാം യെസ് ഒരുപാട് വരുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തു എന്ന് പറയാം. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് വരുന്നുണ്ട്. അടുത്ത പോയിന്റ് അതാ. ഇതൊരു റിയൽ സ്റ്റോറി ആസ്പദമാക്കിയിട്ടുള്ള ഒരു പടം. 2010 ഒരു ന്യൂസിൽ നിന്ന് അതും ഇപ്പൊ റിയൽ സ്റ്റോറിക്ക് അല്ലെങ്കിൽ നടന്ന സംഭവം ഒരു സിനിമയാക്കുമ്പോൾ അതിൽ കഥാപാത്രമാവുന്ന സമയത്ത് നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആവില്ലേ? യെസ്, എനിക്ക് തോന്നുന്നു ഈ അമ്മ മകൾ ക്യാരക്ടർ അല്ലേ, അത് ഇസ് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി, റിയൽ ക്യാരക്ടേഴ്സ്, റിയൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, മച്ച് ബിഫോർ സോഷ്യൽ മീഡിയ. അന്ന് ന്യൂസ് പേപ്പറിൽ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്ന് അതിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സും അവരുടെ ഒരു ജേർണിയും നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് ഫുൾ ഫിക്ഷനാണ്. അത് നമ്മൾ ക്രിയേറ്റ് ആ സംഭവം ഇന്ന് നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ അതിനെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ വന്ന് കാണുന്നൊക്കെ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഫിക്ഷണലി ഉണ്ടാക്കിയതാണ്. ക്യാരക്ടേഴ്സ് ആണ്. ഇതിപ്പം ഞാൻ ഈ പടം കാണുന്ന സമയത്ത് ഇതില് ട്രെയിലർ വന്ന സമയത്ത് തന്നെ തോണി തൊഴിയുന്നു, തെങ്ങിൽ കയറുന്നു. ഇപ്പൊ നമ്മൾ 22 ഫീമെയിൽ കോട്ടയിൽ മെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇതിൽ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് തോന്നുന്നു. പുറകിൽ നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കൈ പൊട്ടിയിട്ടുണ്ട്, ഒരച്ചിട്ടുണ്ട്. വലിയൊരു തെങ്ങിലാണ് പ്രാക്ടീസ് ചെയ്തത്. ആ കായലില് തോണി തൊഴിയാന്ന് പറയുന്നത് കാറ്റ് കൊണ്ടുവന്ന ഒരു കായലില് അനായാസം തോണി സക്സസ്ഫുള്ളി ചെയ്തത് ചേച്ചിയാണെന്ന് കേട്ടു. ഇതെങ്ങനെ സാധിക്കുന്നു? എനിക്ക് മിനിമം അത്ര പണി വേണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കടത്തുകാരി അവിടുത്തെ ക്രൂവിലുള്ളവർ ഈ തുരുത്തി അപ്പുറത്ത് തുരുത്തിക്കൊക്കെ കൊണ്ടുപോകുന്നത് ചോദിച്ചേ ഒരു മൂടായി. അല്ല, എനിക്ക് കുറച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ എനർജി ഉണ്ട്. എനിക്ക് ഇത്ര പണി വേണം സത്യമായിട്ടും. എന്നെ വെറുതെ ഇരുത്തിയാലാണ് പ്രശ്നം. ഇത്ര എനർജി ഉള്ള ആളാണോ? പിന്നെ തീർച്ചയായിട്ടും
അപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് എന്താണ് ദി ഐഡിൽ മൈൻഡ് ഇസ് ദി ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നല്ലേ, അത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ജീവിച്ച് തീർത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവൂല, വെറുതെ പണി പാളും. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് ഇങ്ങനത്തെ ചാലഞ്ചസും, അത് ഫിസിക്കൽ ആണെങ്കിലും അല്ലാത്ത ഈ പ്രിപ്പറേഷൻസ് ആണെങ്കിലും. എന്താ പറയാ, ഭയങ്കര ഭാഗ്യം ചെയ്ത ജീവിതങ്ങളാണ്, ജന്മങ്ങളാണ് ആർട്ടിസ്റ്റുകൾ. നമ്മള് ഇറ്റ് ഈസ് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പോൾ എല്ലാം എനിക്ക് ബോണസാണ്. എല്ലാം ഒരു എന്താ കളർ പേപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് പോലെയാണ് ഞാൻ എല്ലാ എക്സ്പീരിയൻസസിനും ഞാൻ റിസീവ് ചെയ്യുന്നത്. സോ ഐ ഹാഡ് എ ബ്ലാസ്റ്റ്. ഐ എൻജോയ്ഡ് ദ ഹോൾ പ്രോസസ് ഓഫ് becoming Meera and presenting her. അത് ഒരേ സമയം മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ, പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സിനിമയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്ന് കേൾക്കണം. ഇപ്പൊ ഒരു ആക്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു മടി, അയ്യോ എന്ന് ചിന്തിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് ഓക്കെ ഇതെന്താ, അതെന്താ, അടുത്ത എന്താ, അതിലേ എന്തെങ്കിലും ഉള്ളൂ, അതിലാണ് ലൈഫ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതിന് ചെയ്യണം, അങ്ങനെ ഒരു കാര്യമുണ്ടോ? എനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് തീരെ എനിക്ക് ഭയങ്കര ആഗ്രഹം പാട്ട് പാടണമെന്ന്. അതുപോലെ തന്നെ ഫുട്ബോൾ എനിക്ക് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമില്ലാത്ത. ഞാൻ പക്ഷെ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, എനിക്ക് തോന്നുന്നു വാശിക്ക് മാത്രമേ അതിന്റെ അറിയാവുന്നുള്ളൂ. ഞാനത് ചോദിക്കും, ഞാൻ നന്നായി പാട്ട് പാടി ചോദിക്കേണ്ടി വരുന്നുണ്ടല്ലേ? ചോദിക്കേണ്ടി വരാറുണ്ടടാ. നമുക്ക് അഭിനയം പോരെ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടാവല്ലോ ആർക്കറിയാത്ത. ഞാൻ പക്ഷെ പാട്ട് പഠിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ് ആയിട്ട്. ബിക്കോസ് എനിക്ക് ഒട്ടും ഞാൻ പോവാത്തൊരു വഴിയാണല്ലോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് വെൻ യു ആർ ഡൂയിങ് സംതിങ് കണ്ടിന്യൂസ്ലി, ഇഫ് യു വോണ്ട് ടു കംപ്ലീറ്റ്ലി shock your body into you have to do something completely different. നമ്മുടെ ബ്രെയിൻ അതുവരെ യൂസ് ചെയ്യാത്ത, നമ്മുടെ നെർവസ് സിസ്റ്റം അതുവരെ യൂസ് ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ യുവർ ബോഡി becomes alive again in very new ways. New neural connectivities are born out of it എന്നാണ് വലിയ വലിയ CEOs ഒക്കെ പറയുന്നത്. it is so എനിക്ക് അങ്ങനെ, അപ്പോൾ ഞാൻ ഒട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണം ഇനി എന്ന് ഞാൻ മിക്സോളജി പഠിക്കാനൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. അങ്ങനത്തെ കുറച്ച് ഇതെന്നെ പണി. മിക്സോളജി ഈസ് കോക്ടെയിൽ മേക്കിംഗ്, കോക്ടെയിൽസ്. അല്ലാത്ത മിക്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. വേറെ നമ്മൾ ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ പിടിച്ച് അങ്ങനത്തെ ആ സാധനം. നിങ്ങൾക്ക് 3 പേർക്ക് ഇതുപോലെ എന്തെങ്കിലും, ഇപ്പൊ ആർട്ടിസ്റ്റ് ആവുമ്പോഴേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് പഠിച്ചിരിക്കണം നല്ലതാണ് പറയാറുണ്ട്. എന്ന് നമുക്ക് ഒരു പോം വഴിയുണ്ട് അതില്. നമ്മൾ ഞങ്ങളിത് എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വന്നാൽ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പഠിക്കാം. എനിക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഗിറ്റാർ പഠിക്കണം ഭയങ്കര ആഗ്രഹം. എന്ന മോഹമായി നീ എവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഒരു മാഷിന്റെ കീഴിൽ പഠിച്ചായിരുന്നോ? പഠിക്കാൻ പറ്റി. അതായത് ഒരു സ്ട്രിങ് വായിക്കുമ്പോ ഒരു സ്ട്രിങ് വായിക്കാൻ പഠിപ്പിക്കുമ്പോ 2 സ്ട്രിങ് വായിക്കും. ഒന്ന് പഠിപ്പിക്കുന്ന ആളുടെ ടച്ച് വിട്ടു തുടങ്ങി. ഞാൻ വിട്ടു. ഇവിടെ ഞാൻ ഡയലോഗ് പഠിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് പഠിക്കാൻ. ഇവിടെ സ്വിമ്മിങ് പഠിക്കാനായിട്ട് ഇപ്പം ഭയങ്കര ആഗ്രഹമുണ്ട്. പുതിയതായിട്ട് എനിക്ക് ഇതുവരെ ചെയ്യാത്തൊരു സാധനം ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക. ഹൈഡ്രോഫോബിക് ആണോ? അല്ല, ഭാഗ്യം. I really like water, so ആണോ? then you will take to it. ഞാൻ വേറെ ഇത് സീരിയസ് ആണ്. അപ്പൊ നേരത്തെ ആവശ്യമായിരുന്നു. ഓക്കെ, ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ഡെയിലി പഠിക്കുന്നു. സത്യം. അത് പബ്ലിക്കിൽ പോയി സ്പീക്ക് ചെയ്യും? ഇല്ല, ടീച്ചറുണ്ട്. സീരിയസ്ലി നിനക്ക് പബ്ലിക് സ്പീക്കിംഗോ? ലൈക്ക് അത് ആക്ച്വലി എനിക്ക് സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ അടിപൊളി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. But he does a show where he has to. അത് കൂടുതലും എന്റെ കംഫർട്ട് സോണുള്ള സ്ലാങ്ങിലാ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാ. അപ്പൊ അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ച് അർബൻ ഓഡിയൻസിന്റെ കൂടെ ശരിക്കും ഒരു ആർട്ടിസ്റ്റ്
ആർട്ടിസ്റ്റ് എന്ന നിലയില് ശരിക്കും ഇപ്പൊ നമ്മള് പഠിച്ചു വരാന്ന് പറയുന്നില്ലേ, നമ്മള് മിനിക്ക് കൊണ്ടുവരാന്ന് പറയുന്ന പോലെ ഇപ്പൊ ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ആ പെർഫോമൻസ് ഈ പെർഫോമൻസ് നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എപ്പോഴും മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുക പോലെ തന്നെ അഭിനയത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങൾ അത് മൂഡ് ചെയ്തത്, എങ്ങനെയാണ് അതിന് ശരിക്കും ചെയ്യുന്നത്? സീരിയസ് ക്വസ്റ്റ്യനാ. സീരിയസ് ആണ്. എൻ്റെ കയ്യിലൊരു ഇതിലെവിടെ തമാശ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഓഡിഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല ക്യാരക്ടേഴ്സ് എന്നും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓഡിഷൻ ചെയ്യുമ്പോഴത്തേക്കും വി ആർ ബിക്കമിങ് സം അതർ പേഴ്സൺ ഹൂം യു ഡോണ്ട് നോ. അപ്പൊ അങ്ങനെ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് മിററിന് മുമ്പിലൊക്കെ നിൽക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ സ്വന്തം വാർഡ്രോബിൽ നിന്ന് എടുത്തൊക്കെ സ്വന്തമായിട്ടെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ഏതോ ഒരു സൂപ്പർ പവർ കിട്ടിയതുപോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നമ്മൾ തന്നെ ഓക്കെ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ ആരും നമ്മളെ കാണുന്നില്ല, നമ്മളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ ഓഡിഷൻസ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഓക്കെ എനിക്കൊരു നേഴ്സ് ആവാൻ പറ്റും, ഓക്കെ എനിക്കൊരു ടീച്ചറും ആവാൻ പറ്റും, ഓക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു പോലീസ് ആവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്താൽ പറ്റും എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ. അതാണ് ഒരു ആക്ടർ ഇങ്ങനെ നമ്മൾ എന്താണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്ന ഒരു ഞാൻ നോക്കിക്കാണുന്ന അങ്ങനെയാണ്. ഇറ്റ് റിയലി ഹെൽപ്സ് ഇഫ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ ബിക്കം ദാറ്റ് പേഴ്സൺ. ചോദ്യം തരുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് മറന്നു. എവറി ഡേ എന്തെങ്കിലും ചെയ്യണം എന്ന്, പക്ഷെ ഭയങ്കര ലേസി ആണ്. പറയുന്ന ഈ ഓഡീഷൻസ് ഉള്ളപ്പോഴേ ചെയ്യുള്ളൂ. അതും മിക്കതും പരസ്യത്തിനാണ്. സോ പരസ്യത്തിന് ദർ ഇസ് ഒരു വേ ഓഫ് ആക്ടിങ്. അപ്പം ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഡസ് ഹെൽപ്പ് ഫോർ പരസ്യങ്ങൾ. പക്ഷെ അല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ വെറുതെ ഓരോരോ പഴയ മൂവീസിലെ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി എല്ലാവരും ചെയ്ത, എന്നിട്ട് ഇങ്ങനെ ചുമ്മാ അത് ചെയ്യുക. ഞാൻ ഒരു തവണ എന്തോ നമ്മുടെ ഉർവശിയുടെ റീല് അനിയത്തിയുടെ കൂടെ ചെയ്തത് അതുണ്ട്. അല്ല അങ്ങനെ ഞാനൊരു ഇത് ചെയ്തപ്പം ചുമ്മാ, അതായത് അത്രയും വർഷത്തെ എന്റെ മൈൻഡ് സെറ്റ് ഞാൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തതാണ്. അതങ്ങനെ ഒരു 2-3 ദിവസം. സോ എനിക്ക് ഡയലോഗും പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പഠിക്കും കേട്ടോ, ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളം പാട്ടുകൾ. അത് ഈ അടുത്ത് മീനാക്ഷി എന്നെ പഠിപ്പിക്കാറ്, എന്റെ ഗുരു. അപ്പം അത് ആക്ച്വലി ഹെൽപ്പ്. വിശേഷ മൂവിക്ക് ഞാൻ നേഴ്സായിട്ട് അത് ആക്ച്വലി ഹെൽപ്പ് മീ. ആ ഉർവശിയുടെ ആ ഒരു ക്യാരക്ടർ ഞാൻ പെട്ടെന്ന് എനിക്ക് അതാണ് വന്നത്. ബിക്കോസ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം, ഇനി എന്നാ ഇത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് അത്രയും ചെറിയൊരു പ്രാക്ടീസ് ഹെൽപ്പ് മീ. അപ്പൊ ഐ തിങ്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് വർക്ക് ആവുന്നു. നിങ്ങൾ രണ്ടുപേര് സീരിയസ് ആയിട്ട് വേണോ കോമഡി ആവും? ഞാൻ ചെറുപ്പം എന്നല്ല, ഒരു കോളേജ് പഠിക്കുന്ന ടൈം തൊട്ടേ ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ ഇങ്ങനെ എഴുതും, പോയിന്റ് ആയിട്ട് ഓരോ ക്യാരക്ടറൈസേഷൻ പോലെ. അപ്പൊ അത് എനിക്ക് സ്റ്റേജിലും എല്ലായിടത്തും ഗുണം ചെയ്യാറുണ്ട്. ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടുമ്പോ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ള ഇവര് വെച്ചിട്ട് അവരുടെ ചിലപ്പോൾ അവരുടെ നോട്ടായിരിക്കും, അവരുടെ നടത്തായിരിക്കും, അങ്ങനെ ഞാൻ ചുമ്മാ ക്യാരക്ടറൈസേഷൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അന്ന് എഴുതി വെച്ചാൽ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എഴുതി വെക്കാറുണ്ട്. അപ്പോ ഞാൻ കൂടുതലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഇതിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ എങ്ങനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ ചിലത് നമ്മുടെ കയ്യിൽ ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതില് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഞാൻ അധികം റിസർച്ചോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അധികം നോക്കിയിട്ടില്ല. നമ്മൾ കോമൺലി ഇപ്പൊ കാണുന്ന വിഷ്വൽസ് ഒക്കെ വ്ളോഗേഴ്സിന്റെ ഒക്കെ കാണുന്നുള്ളതല്ലാതെ ഉള്ളിലോട്ട് അങ്ങനെ വ്ളോഗേഴ്സ് അങ്ങനെ കേറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞപ്പോ ഞാൻ ഈ പറയുന്ന പോലെ അന്ന് ചെയ്തിട്ടുള്ള പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് വെറുതെ പോയിന്റ് വൈസ് ഞാൻ കഥയൊന്നും എഴുതി വെക്കില്ല. പുള്ളിയുടെ നോട്ടവും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. അപ്പൊ അത് ഞാൻ ഇപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ നോട്ട് ചെയ്യും. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ എന്റെ മോഡുലേഷനും പരിപാടികളൊക്കെ കൂടുതലും ഈ പത്രം വായിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. ഞാനൊരു ടൈമില്
ഈ സംസാരത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ഉറക്കെ വായിക്കണതായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അതൊരു ശീലമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കോഫി പോലെ തന്നെ എനിക്ക് പത്രം മീൻസ് ഭയങ്കര ഇതെന്നല്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ വായിക്കാറുള്ളൂ. പക്ഷെ അത് ഞാൻ ചിലപ്പോ ചില മോഡുലേഷനുകളിലൊക്കെ ചുമ്മാ വെറുതെ എന്തെങ്കിലും സ്ലാങ് ഒക്കെ പിടിച്ച് അങ്ങനെ ചുമ്മാ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വായിക്കുക, ഉറക്കെയായിരിക്കും വായിക്കുക. അപ്പൊ അതങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഞാൻ ഭയങ്കര ഡെയിലി ഈ പറയുന്ന പോലെ അങ്ങനെ ഓഡീഷന് പ്രിപ്പയർ ചെയ്യുന്ന, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതലും എപ്പോഴും റെഗുലർ ആയിട്ട് ഷോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും. അപ്പൊ അതിനെന്തായാലും നമ്മളൊരു ഒരു ഒരു പരിപാടി എപ്പോഴും അതിനു വേണ്ടിട്ട് ഒരു വർക്ക് എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. പിന്നെ ഇതൊരു ഗ്രാജുവലി തമാശയാണെങ്കിൽ 2 വാക്കിൽ അവസാനിപ്പിക്കും. ഞാനൊരു ഫൺ സൈഡ് റിമി ചേച്ചിനെ ആദ്യമായിട്ടേ കാണുന്നത്. കാരണം ചേച്ചി ഭയങ്കര ചില്ലായിട്ടുള്ള തമാശകൾ പറയണം. നമ്മൾ വിചാരിക്കും ശരിക്കും അങ്ങനൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഞങ്ങളത് പറയുകയും ചെയ്തു. ഇത്രയും ഭയങ്കര ചില്ലായിട്ടുള്ള കാര്യം ചേച്ചി ഞാൻ കുറച്ച് സീരിയസ് ആയി പോയി ഇടയ്ക്ക്. പണ്ട് ഈ തമാശ കോമഡി പടങ്ങൾ ചെയ്യല്ലോ, ക്യാരക്ടേഴ്സ് ചെയ്യല്ലോ, സ്റ്റിൽ അത് ഞങ്ങൾ കാണുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു ശരിക്കും എങ്ങനെ എനിക്ക് ഇവര് 3 പേരും പറഞ്ഞതിൽ ഒരു കോമൺ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് തന്നെയാണ്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ മമ്മൂക്ക പറയുന്ന പോലെ ഇത് രാഗി തന്നെ ഇത് ബെറ്റർ ആവുള്ളൂ. അപ്പൊ പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ മമ്മൂക്ക അത്രയ്ക്കും ഞങ്ങൾക്ക് കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റാറില്ല. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഇപ്പൊ ഇവർ പറയുന്ന പോലെ ഇപ്പൊ ഓഡിഷൻസ് സത്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളത് ചില ആളുകൾ അത് ഭയങ്കര ഒരു ഈഗോ, ഞാൻ എന്തിനാ ഓഡിഷൻ. ഐ ഫീൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ടൂൾ ടു ആക്ച്വലി ടു മൂവ് അഹെഡ്, ടു പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ആദ്യം ഇത് വരുന്ന സമയത്തൊക്കെ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പോവാണ്. നമ്മൾ നമ്മുടെ ഡയറക്ടറിനെ വിശ്വസിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും ഒക്കെ വെച്ച് നമ്മുടെ അപ്പം ഉള്ള ഒരു ഇമോഷണൽ IQ വെച്ചിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ ഡാൻസ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു, ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു മാനറിസംസും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഒരു ഓഡിയൻസിന്. ദെൻ you can't be just spontaneous, then you have to kind of figure out new ways of reacting to a situation. ആദ്യ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ വേറെ നുവാൻസസിലേക്കും അതെങ്ങനെ ലെയർ ചെയ്യാം, വേറെ എവിടെ നിന്ന് ഡ്രോ ചെയ്യാം നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരിൽ നിന്ന് എന്നൊക്കെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ആലോചിച്ചു പോകുന്നത്. പിന്നെ എനിക്ക് when I didn't get work for some time, and I started going for acting training. അതിലിപ്പോൾ ഞാൻ അതുൽ മോങ്കിയാരെ ബോംബെയിൽ പോയിരുന്നു, ആദിശക്തി പോണ്ടിച്ചേരിയിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. പല ടെക്നീക്സ് ഓഫ് ഫിഗറിങ് ഔട്ട് ഹൗ ടു ഗോ ക്ലോസർ ടു യുവർ ക്യാരക്ടർ. അതിൽ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നവരസ സാധനയാണ്. വേണുജിയുടെ ഞാൻ 2 ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നെ അടിമുടി എന്താ പറയുക, നമ്മളൊരു 10 വർഷം 12 വർഷം ഫിലിം ഫീൽഡിലും സ്റ്റേജിൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടാണ് നമ്മൾ നവരസ സാധനയ്ക്ക് പോകുന്നത്. നമ്മൾ എൻ്റെ പോനു ഞാൻ അറിഞ്ഞില്ല. അതായത് നമ്മളെ ശരിക്ക് നമ്മുടെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷണൽ സെൽഫിലേക്ക് അടുപ്പിക്കാൻ നവരസ സാധന വേണുജി എന്ന് പറയുന്ന ഒരു ഗുരു എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ്
എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സ്പേസ് എനിക്ക് തന്നിട്ടുള്ള എനർജി എന്താന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ വല്ലാത്ത എന്താ പറയുക ഒരു സ്റ്റക്കായി നിൽക്കുന്ന സ്പേസിലാണ് ഞാൻ നവരസ സാധനയ്ക്ക് പോകുന്നത്. ആൻഡ് വേണുജി ശരിക്കും ഇപ്പം നമ്മളിങ്ങനെ അണ കെട്ടി നിൽക്കുന്ന അല്ല അങ്ങനെയല്ലേ പറയാ, അത് ലൈക്ക് ആ എനർജി ഫ്ലോ ചെയ്യാൻ തിരിച്ച് എന്നെ എന്താ പറയാ കൈപിടിച്ച് എന്നെ തിരിച്ചു കൊണ്ട് ശരിക്കും എനിക്ക് ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നവരസസാധനയുടെ ലാസ്റ്റ് ദിവസം നമ്മൾ ഈ 9 രസാസ് നമ്മൾ പെർഫോം ചെയ്യും ഇവർ. അപ്പോൾ നമ്മൾ ശരിക്കും എല്ലാം അങ്ങ് നമ്മളങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും എന്താ പറയാ എനിക്കിപ്പോഴും ഓർമ്മ ഞാൻ വേണുജിയുടെ കാലിൽ വീണിട്ടാണ് ഞാൻ പോരുന്നത്. ലൈക്ക് അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നവരസ സാധന. ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉള്ളൊഴുക്ക്, ഒരുത്തി, അതുപോലെ വെറുതെ ഭാര്യ, ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പം 22 ഫീമെയിൽ കോട്ടയത്തിലെയും അതിലേറെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ ആളുകൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീൻ മാസ് ഡയലോഗ് പറയുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊന്നും ആളുകൾക്കിടയിൽ അത് മാറണം അല്ലെങ്കിൽ റീഫൈൻ ചെയ്യണം എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇപ്പൊ ഞാനും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിന്റെ ഉള്ളിൽ കുറെ കാലം നിന്നതാണല്ലോ. ഈ ബോൾഡ്നെസ് എന്ന് പറയുന്ന ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇമോഷണൽ വാട്ട് എവർ ഇന്റലിജൻസിൽ ഞാൻ ഇന്ന് അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വൾണറബിൾ ആവാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബോൾഡ്നെസ്സും ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. അത് എനിക്ക് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ എനിക്ക് ആ സ്ട്രെങ്ത് കിട്ടിയിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനിത് മറ്റേ കുറേ മറ്റേ ഗാർഡ്സും അപ്പാക്കിയിട്ട് ഇത് മൊത്തം താഴ്ത്തുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് മനസ്സിലായിട്ട് എനിക്ക് കുറച്ച് കാലേ ആയിട്ടുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. ഏറ്റവും വൾണറബിൾ ആവാൻ, ഏറ്റവും ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഏറ്റവും ലൈക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്ന സ്പേസിലാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആവുന്നതെന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? അതെ എനിക്ക് അങ്ങനെ തന്നെ ഞാനിപ്പോ നെക്സ്റ്റ് മാത്രമേ ഓർമ്മ ഈ സ്ട്രെങ്ത്തിനെ നമുക്ക് പല രീതിയിൽ കാണാം എന്നുള്ളതാണ് ഞാൻ. അതിനെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ മീര നമ്മൾ തിയേറ്ററിലേക്ക് വരാം നമുക്ക്. ഇപ്പം മീര ഇതിലൊരു പോയിന്റിൽ പോലും ദേഷ്യപ്പെടുകയോ, പക്ഷെ ഒരു ഭയങ്കര ഒരു വേറെ രീതിയിലുള്ള ഒരു ക്വയറ്റ് സ്ട്രെങ്ത് ഉണ്ട്. അത് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ബാക്ക് ഫ്രം ഹർ ആഫ്റ്റർ ദ മൂവി ഓൾസോ. അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും ആക്സെപ്റ്റൻസിൽ നിന്നും സറണ്ടറിൽ നിന്നൊക്കെ വരുന്ന വേറെ രീതിയിലുള്ള ഭയങ്കര ക്വയറ്റ് സ്ട്രെങ്ത് ഉണ്ട് മീരയ്ക്ക്, which is very very interesting for me to harness as an artist. ശരിക്കും ഇപ്പൊ സ്ത്രീകളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് അവരുടെ കരിയറിൽ ആഗ്രഹങ്ങളുണ്ട് ചെയ്യണം. ശരിക്കും അത്തരം എന്തുകൊണ്ട് ഇപ്പൊ എല്ലാ കഥാപാത്രങ്ങളെക്കാളും അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാ ശരിക്കും? നല്ല ചോദ്യമാണല്ലോ. തമാശയില്ല, അത് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. പക്ഷെ ആള് ചോദിക്കണത് കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറവായത് കൊണ്ടായിരിക്കാം. ആൻഡ് അതിലാണല്ലോ ഹീറോയിസം. അപ്പൊ നമുക്കും വി ഓൾസോ വാണ്ട് ടു ബി ദാറ്റ് the fighter, the winner, the survivor. അപ്പൊ ഈ ലോക പോലുള്ള സിനിമകളൊക്കെ വിജയിക്കാനും കാരണം അതാണല്ലോ. നമ്മളും അവിടെ കാണുകയാണല്ലോ നമ്മളെ ആ പോയിന്റില്. ഓഡിയൻസും തിരിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു സോബ് സ്റ്റോറി ആവുമ്പോൾ നമ്മുടെ വിഷമങ്ങളെ കുറിച്ചും നമുക്ക് ഓൾറെഡി കുറെ വിഷമമുണ്ട്, ഇനി ഇവിടെയും കുറെ വിഷമങ്ങൾ അത് കണ്ട ആൾക്കാർക്ക് മടുത്തു. അത് ആൾക്കാരെ ഈ ഇപ്പോൾ ഓഡിയൻസിന് അത് വേണമെന്നില്ല. ഈ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ അപ്പൊ വേറൊരു ഫേസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നാളെ, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഹോപ്പ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഡ്രീം ചെയ്യുന്ന നമുക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന അവിടെയുള്ള ഫിക്ഷണൽ ആയിട്ടും അല്ലാത്തതുമായിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക്, ബിക്കോസ് ഐ തിങ്ക് വി ലുക്ക് അപ്പ് ടു ദാറ്റ് സ്ട്രെങ്ത് ആൻഡ് ദാറ്റ് ബോൾഡ്നെസ് എന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫൈറ്റ്. നമ്മൾ ഭയങ്കര ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കാം ആയിട്ടിരിക്കാം എന്ന് നമ്മൾ പല ആൾക്കാരെയും കണ്ട് നമ്മൾ റിയൽ ലൈഫിൽ പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ലൈക്ക് മോർ ലൈക്ക് എ സ്ട്രെങ്ത്, പവർഫുൾ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ മൈ പെർസ്പെക്ടീവ്. ഇപ്പം ക്രിട്ടിക്സ് ഫിലിം അവാർഡ് വാങ്ങിയ ശേഷം മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അതിന് അന്ന് പറഞ്ഞൊരു മറുപടി, അത് പല കമന്റ്സിലായാലും ഭയങ്കര നമുക്ക് ഫീൽ ചെയ്തു,
മറുപടി കൊടുത്തു. അത് മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു മറുപടി എന്ന നിലയാണോ അതോ ഓഡിയൻസിനുള്ള ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ മറന്നു എന്ന രീതിയിൽ എങ്ങനെ അതിനെ അതിന് മറുപടി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാനതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് എന്നെ കാണുന്നുള്ളൂ. എനിക്കിവിടെ അതായത് ഒരു മീഡിയ അവരും ഒരു പ്രൊഫഷണലാണ്, അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ഞാനും എൻ്റെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ ആക്ടിവിസത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്ന് അവരും ഓർക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അത് ഓർമ്മപ്പെടുത്തേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബിക്കോസ് എൻ്റെ ആവശ്യമാണ് നിങ്ങൾ അത് മറക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് with all respect for their profession and what they are doing and the kind of help that they have given us in this whole movement, ഞാനത് ഒട്ടും കുറച്ച് കാണുകയല്ല. പക്ഷെ ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, ഞാനൊരു ഹ്യൂമൻ ബീയിങ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ മനസ്സെനിക്കുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അവാർഡ് കൈ പിടിച്ചു നിൽക്കുമ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഷൂട്ടിംഗ് സെറ്റ് ഒരു തുരുത്തായിരുന്നല്ലോ, അതിൽ ശരിക്കും പാമ്പുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അവര് പറയുന്നു. നമ്മള് സിനിമയിൽ കണ്ടതിനെക്കാട്ടും അതിനെക്കാട്ടും വലിപ്പം വേറിയ പാമ്പുകളൊക്കെ ആ പരിസര പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവര് ആദ്യം ചെന്ന സമയത്ത് ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവർ ആദ്യം പോകുമ്പോ അത്യാവശ്യം കാട് പിടിച്ച് കിടക്കായിരുന്നു എന്നാ ഞാൻ കേട്ടത്. അത്യാവശ്യം കാട് പിടിച്ച് കിടക്കായിരുന്നു. പിന്നെ ഈ തുരുത്തില് ആ വീട്ടില് താമസം ഇല്ല. ആക്ച്വലി അവര് വല്ലപ്പോഴും ഒരു ആന്റി മാത്രമാണ് അവിടെ നിക്കുന്നത്. അപ്പോ ആളുടെ ദിനചര്യക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ കാട് പിടിച്ചും പാടവും ചതപ്പും അങ്ങനത്തെ കുറെ ഏരിയകളായിരുന്നു ലൊക്കേഷൻ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാൻ ഈ ക്യാരക്ടറിന്റെ ഭാഗമായി ചിന്തിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. കൊള്ളാലോ, കുറച്ചു കാലം എവിടെയെങ്കിലും പോയിട്ട്. കുറച്ച് അധികം പറ്റില്ല. അതെ അതെ, എനിക്കും മനുഷ്യര് വേണം, മനുഷ്യരില്ലാതെ പറ്റില്ല. പക്ഷെ മനുഷ്യരെ വേണ്ട എന്നുള്ള സമയമുണ്ട്. മാറി നിൽക്കാം. പക്ഷെ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും തിരക്കായിരിക്കും, പ്രോഗ്രാംസ് ആയിരിക്കും, ഭയങ്കര ബിസി ലൈഫ് ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് എപ്പോഴും നിങ്ങൾ മാറി ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നാണോ ശരിക്കും എപ്പോഴും ചിന്തിക്കുക? സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും അത്ര ബിസി അല്ല. പക്ഷെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ. പക്ഷെ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ബിക്കോസ് ഇപ്പൊ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഫേസസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വാച്ച്ഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതിൽ നിന്ന് മാറുമ്പോ ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് പോകുമ്പോ ഇപ്പൊ ആർക്കും നമ്മൾ അറിയില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പൊ പുറത്തെങ്ങാനൊക്കെ പോകുമ്പോ നമ്മൾ ശരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആവുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ വേറെ രീതിയിൽ റിലാക്സ്ഡ് ആവും. ഞാൻ ഭയങ്കര വേറൊരാളെ പോലെ ആവും പുറത്ത് പോയിട്ട്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഗാർഡ്സ് ഒക്കെ അപ്പാവും തോന്നുന്നു എനിക്ക്. ബാക്ക് ടു റിയാലിറ്റി, ദ മിത്ത് ഓഫ് റിയാലിറ്റി. പ്രൊമോഷൻ ഞാൻ വിട്ടൂലേ. സിനിമ കാണാത്തവർക്ക് ഈ മാസം 16 നെക്സ്റ്റ് മന്ത് 16 തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് 4 പേർക്ക് ഒരു സ്നേഹ സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MYOPയുടെ ഒരു സ്നേഹ സമ്മാനമാണ്. നിങ്ങളുടെ പേരും ഈ സിനിമയുടെ പേരും പണി ചെയ്ത ഒരു ഗിഫ്റ്റ്. എന്റെ രണ്ടാമത്തെ അവാർഡ് തിയേറ്ററിന് വേണ്ടി. ആദ്യായിട്ടാ ഇത് തീരുന്നവരെ നന്ദി ഉണ്ടാവും. എല്ലാ ഇന്റർവ്യൂവിനും തരുമോ? താങ്ക് യു.